അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വളരെ ആകാംക്ഷയോടെ വിജയ് ആരാധകർ ഏറെ നാളായി കാത്തിരുന്ന ഒരു ചിത്രമാണ് ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്നത്. വളരെ സവിശേഷതകളുണ്ട്. കാര്യം വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമുള്ള ആദ്യ ചിത്രത്തിന്റെ റിലീസാണ്. അത് മാത്രമല്ല ഇനി ഒരു സിനിമ കൂടി മാത്രമേ ഉണ്ടാകൂ എന്നുള്ള ഒരു ആകാംക്ഷയും ഈ ചിത്രത്തിനുണ്ട്. എന്തായാലും 4:30 തന്നെ, പുലർച്ചെ 4:30 ഇവിടുത്തെ ആദ്യ ഷോ. അതിനുശേഷം ആളുകളൊക്കെ തന്നെ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ. രണ്ടാമത്തെ സിനിമ 7:30 അതിനു വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ സിനിമ അങ്ങനെയാണ്, സിനിമ വലിയ പ്രതീക്ഷയോടെയാണ് കാത്തിരിക്കുന്നത്. படம் அல்டிமேட், வேற லெவலு, மாஸ் என்ட்ரி பயங்கரமாக கொடுத்துருக்காங்க. தலை தோனி மியூசிக்கு, தளபதி அஜித் கோரிக்கை எடுத்துட்டாங்க. காத்திருக்கேன். லயன் இஸ் ஆல்வேஸ் நோ, லயன் இஸ் ஒன்லி தளபதி. சூப்பரா இருக்கு. கிளைமேக்ஸ்ல எஸ்கே வர தளபதியா மாஸ். அடுத்த தலைவர் இவர் தான். 26 இவர் மட்டும்தான் ஆட்சி ஆரம்பிக்க முடியும். അത് തന്നെയാണ് മോത്തി. വളരെ ആകാംക്ഷയാണ് ഓരോ ആൾക്കാരും ഈ സിനിമ കാത്തിരിക്കുന്നത്. നമുക്കറിയാം ഈ 7:30 അടുത്ത ചിത്രത്തിന്റെ ഈ രണ്ടാമത്തെ ഷോ എന്ന് പറയുന്നത് 7:30. അതിനു വേണ്ടിയിട്ട് ഓരോ ആരാധകരും ഇപ്പോൾ തിയേറ്ററിലേക്ക് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ് മോത്തി. ജിബിൻ, എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം തമിഴ്നാടിനോട് വളരെ അടുത്ത് കിടക്കുന്നതുകൊണ്ടും വലിയൊരു തമിഴ് കമ്മ്യൂണിറ്റി തിരുവനന്തപുരത്ത് ഉള്ളത് കൊണ്ടും കുറെ അധികം പേർ അത്തരത്തിലും വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു മലയാളികൾക്ക് പുറമെ. അത് തന്നെയാണ് മോദി. കാരണം ഇവിടെ നമുക്കറിയാം ഈ തിരുവനന്തപുരത്ത് എന്ന് പറയുമ്പോൾ വളരെയധികം കച്ചവട സ്ഥാപനങ്ങൾ കൂടിയുണ്ട്. അവിടെയൊക്കെ ഏറ്റവും അധികം ജോലി ചെയ്യുന്നതും തമിഴ്നാട്ടിൽ നിന്നുള്ള യുവാക്കളൊക്കെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയെ ഏറെ ഇവർ നെഞ്ചേറ്റിക്കൊണ്ട് മലയാളികളോടൊപ്പം തന്നെ ഇവരും ഇപ്പോൾ നമ്മുടെ തിരുവനന്തപുരത്തെ തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുന്നത്. നമുക്കിപ്പോൾ ഇവിടെ വിജയുടെ ഫാൻസൊക്കെ തന്നെ ഒരുപാട് പേര് നിരന്ന് നിൽപ്പുണ്ട്. ചെറിയ ഫാൻസൊക്കെ തന്നെ, വളരെ കുട്ടികളൊക്കെ തന്നെയുണ്ട്. വിജയുടെ സിനിമയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയായിരുന്നല്ലേ? കാണാൻ എത്തിയതല്ലേ? സിനിമ കാണാൻ എത്തിയതല്ലേ? എങ്ങനെയാണ് പ്രതീക്ഷ? എങ്ങനെയായിരിക്കും സിനിമ? എങ്ങനെയുണ്ടായിരുന്നു? നല്ല സിനിമയാണ്. വിജയുടെ രാഷ്ട്രീയ പ്രവേശനത്തിന് ശേഷമുള്ള ആദ്യത്തെ സിനിമയാണ്. അതിന്റെ ആ ഒരു ആകാംക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അല്ലാണ്ടിരിക്കുക, ഞങ്ങൾ ക്രൗഡിലുണ്ടായിരുന്നു. സൂപ്പറായിരുന്നു പടം. പടം കണ്ടായിരുന്നോ? മോത്തി, ഇവരൊക്കെ ആദ്യത്തെ ഷോ, അതായത് 4:30 ആദ്യത്തെ ഒരു ഷോ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് പുറത്തേക്ക് ഇറങ്ങിയ ആൾക്കാരാണിത്. മറ്റൊന്നെന്ന് പറയുന്നത് 7:30 രണ്ടാമത്തെ ഷോ ഉണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു ഇതും കൂടി ഇപ്പോഴുണ്ട്. അതുകൊണ്ടാണ് ഇവിടുത്തെ ഈ ആരാധകർ, ഈ കാത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെയൊക്കെ ഒരു തിരക്ക് കുറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് മോത്തി. ഈ ഫാൻസ് അസോസിയേഷൻകാരുടെയൊക്കെ പ്രത്യേക പരിപാടികളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ ചെണ്ടമേളവും പരിപാടികളൊക്കെ സംഘടിപ്പിച്ചിരിക്കുന്നത് അവരാണോ അതോ തിയേറ്റർ ഉടമകളുടെ വകയാണോ? മോത്തി, ഈ കാണുന്ന ചെണ്ടമേളം ഇത് ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നത് വിജയ് ഫാൻസ് അസോസിയേഷൻ തിരുവനന്തപുരം ഈ യൂണിറ്റിന്റെ നേതൃത്വത്തിലുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. പക്ഷേ മുൻകാലങ്ങളിലൊക്കെ തന്നെ നമുക്ക് വലിയ രീതിയിൽ ഈ കട്ടൗട്ടുകളും അതിലുള്ള പാലഭിഷേകവും ഒക്കെ തന്നെ എല്ലാ തിയേറ്ററുകളിലും വിജയ് ഫാൻസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്നതൊക്കെ തന്നെ കാണാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള കാഴ്ചകളൊന്നും തന്നെ നമുക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. എന്നിരുന്നാൽ പോലും അതായത് ഇത്രയും നാൾ ഇവർ കാത്തിരുന്നതിന്റെ ഒരു കൗതുകവും ആകാംക്ഷയൊക്കെ തന്നെയുണ്ട്. കാരണം ഇനി വിജയുടെ ചിത്രങ്ങൾ തങ്ങൾ കാത്തിരുന്ന ഇളയദളപതി വിജയുടെ എത്ര സിനിമകൾ ഇനി കാണാൻ പറ്റുമെന്നുള്ള ഒരു ആകാംക്ഷയാണ് ഇവർക്ക് എല്ലാവർക്കും ഉള്ളത്. കാരണം ഈ ഒരു സിനിമ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്ന് റിലീസാവുന്ന ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം. അതുകൂടാതെ ഈ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു സിനിമയും കൂടി അഭിനയിക്കും എന്നുള്ളതാണ് വിജയ് അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഒരു ആകാംക്ഷയാണ് ഇപ്പോൾ ജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഉള്ളത്. ചേട്ടാ, സിനിമ കാണാൻ എത്തിയതാണ്. പ്രതീക്ഷ എങ്ങനെയുണ്ട്? നല്ല പ്രതീക്ഷയാണ്. നല്ല പടമായിരിക്കും വിചാരിക്കുന്നു. ഇനി ഒരു സിനിമ കൂടിയേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ഇനി ഒരു സിനിമ കൂടിയേ ഉള്ളൂ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഭയങ്കര എക്സൈറ്റഡ് രാവിലെ തന്നെ വന്നത്. പെട്ടെന്ന് തന്നെ കാണാം, ടൈമായി. സിനിമ കണ്ടതാണോ? കണ്ടുണ്ട്. അടിപൊളി സിനിമ, കൊള്ളാം. വിജയുടെ എൻട്രി ഒക്കെ എങ്ങനെയുണ്ട്? എൻട്രി സൂപ്പർ, കൊള്ളാം. എങ്ങനെയുണ്ടായിരുന്നു സിനിമ? നല്ല പടം. ഇളയദളപതി വിജയ്ക്ക് ഒരു യോ വിളിച്ചൂടെ? അതന്നെയാണ് മോത്തി. എല്ലാവരും ഇവിടെ സിനിമ കണ്ടവരുമുണ്ട്, അതുപോലെ സിനിമ കാണാനെത്തിയവരുമുണ്ട്. ആ ഒരു കൗതുകം, അതായത് കണ്ടിറങ്ങിയവരൊക്കെ തന്നെ പറയുന്നത് ചിത്രം വളരെ നല്ല രീതിയിൽ, അതായത് വിജയുടെ കുറച്ച് നാളുകൾക്ക് ശേഷമുള്ള കാത്തിരിപ്പൊക്കെ തന്നെ ആ ഒരു ഫലം കണ്ടു എന്നാണ് ഇവരൊക്കെ തന്നെ പറയുന്നത്. ശരി ജിബിൻ, ഏതായാലും ഒരു ആഘോഷത്തിന്റെ മൂഡിലാണ് അവിടെ എല്ലാവരും. ഇളയദളപതി വിജയുടെ സിനിമ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം ഗോട്ട് കാണാനുള്ള തിരക്കാണ് അവിടെ.